വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിയോ ഹജ്ജ് ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 114-ാമത്തെ സൂറയാണ് പഠിച്ചു തുടങ്ങിയത്, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം അല്ലേ, അഥവാ സൂറത്തുന്നാസ്. സൂറത്തുന്നാസിലെ ആദ്യത്തെ 3 ആയത്തുകളുടെ ആശയങ്ങൾ നാം ഏതാണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. നമുക്കൊന്നുകൂടി പാരായണം ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. പാരായണ നിയമമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തുകളുടെ അർത്ഥം മനസ്സിലുണ്ടല്ലോ. ഖുൽ, നീ പറയുക, അഊദു, ഞാൻ രക്ഷ തേടുന്നു എന്ന്, ബി റബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനോട്, മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവിനോട്, ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനോട്, അഥവാ സാക്ഷാൽ ദൈവത്തോട്. ഇതില് നമ്മളൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, എന്തുകൊണ്ടാണ് ആദ്യം റബ്ബ്, പിന്നെ മലിക്ക്, പിന്നെ ഇലാഹ് എന്നൊരു ക്രമം സ്വീകരിക്കപ്പെട്ടത്? എല്ലാം അള്ളാഹു തന്നെയാണ്, അള്ളാഹുവിന്റെ നാമങ്ങളാണ്. എങ്കിൽ എന്തുകൊണ്ട് ആദ്യം റബ്ബ്, പിന്നെ മലിക്ക്, പിന്നെ ഇലാഹ്? നമ്മുടെ ക്ലാസ്സിലെ സജീവ മെമ്പറായ റസിയത്തെയാണ് അത് ശരിക്കും കൃത്യമായിട്ട് എഴുതി എനിക്ക് ഫോട്ടോ ഇട്ട് തന്നത്. പലരും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്, അള്ളാഹുവെ അറിയുമ്പോൾ ആദ്യം നമ്മൾ അവൻ നമ്മുടെ രക്ഷിതാവാണ് എന്നറിയുന്നു. രണ്ടാമത്, അതിനാൽ അവൻ നമ്മുടെ ഉടമസ്ഥനാണ്. മൂന്നാമത്, അതിനാൽ അവനെ മാത്രമേ നമ്മൾ അനുസരിക്കാനും വഴിപ്പെടാനും പാടുള്ളൂ. ഈ 3 തലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു അന്തരീക്ഷമല്ലേ, ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ, അവരുടെ ഏറ്റവും പ്രാഥമികമായ ഡ്യൂട്ടി എന്താണ്? ഗൃഹനാഥന്റെ സംരക്ഷണമാണ്, കുടുംബത്തിന്റെ സംരക്ഷണം. അതാണ് ശരിക്കും റുബൂബിയത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. റബ്ബ് സംരക്ഷിക്കുക, പരിപാലിക്കുക. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൽ ആ ഉത്തരവാദിത്വം വരുന്നത്? അദ്ദേഹം കുടുംബനാഥനായതുകൊണ്ടാണ്, കുടുംബത്തിന്റെ ഉടമസ്ഥനായതുകൊണ്ടാണ്. അതാണ് മലിക് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണോ കുടുംബത്തെ സംരക്ഷിക്കുന്നത് അയാളാണ് കുടുംബത്തിന്റെ ഉടമസ്ഥൻ. എങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ ആരെ അനുസരിക്കണം? അദ്ദേഹത്തെ അനുസരിക്കണം. അതാണ് ഇലാഹ് അല്ലെ. ഏത് കാര്യവും പറയുമ്പോൾ, മക്കൾ പറയുമ്പോൾ ഉമ്മ എന്താ പറയാം? ആ വാപ്പ വരട്ടെ എന്നിട്ട് പറയാം എന്ന് പറയില്ലേ? കാരണം വാപ്പയാണ് അന്തിമമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട അതോറിറ്റി എന്ന് വരുന്നു. ആ നിലക്കാണ് നാം മനസ്സിലാക്കുക. ഇത് തന്നെയാണ് ശരിക്കും അള്ളാഹുവെ കുറിച്ച് അറിയുമ്പോൾ, അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. അവനാണ് നമ്മുടെ ഉടമസ്ഥൻ. അവൻ നൽകിയ അവയവങ്ങളും അനുഗ്രഹങ്ങളുമാണ് നമ്മിലുള്ളത്. അതിനാൽ അവനാണ് ഉടമസ്ഥൻ. അതിനാൽ നമ്മൾ ആരെ അനുസരിക്കണം? ആർക്ക് വഴിപ്പെടണം? അള്ളാഹുവിന് വഴിപ്പെടണം. അതാണ് ആദ്യം റബ്ബ്, പിന്നെ ഉടമസ്ഥനായ മലിക്ക്, പിന്നെ എല്ലാവരും എല്ലാ അർത്ഥത്തിലും വഴിപ്പെടേണ്ട, പരിപൂർണമായും അടിമപ്പെടേണ്ട, വിധേയപ്പെടേണ്ട സാക്ഷാൽ ഇലാഹ് എന്ന് വരും. അപ്പൊ ഈ 3 വാക്കുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ അള്ളാഹുവോട് രക്ഷ തേടുന്നത് അല്ലെ. ഏതോ ഒരു ദൈവം എന്നുള്ള അർത്ഥത്തിലല്ല, അവനാണ് എൻ്റെ സൃഷ്ടാവ്,
അവനാണ് എൻ്റെ സംരക്ഷകൻ. അതുകൊണ്ട് അവനാണ് ഞാൻ പരിപൂർണമായും അടിമപ്പെടുന്നത്. അവനോട് മാത്രമേ ഞാൻ രക്ഷ തേടുള്ളൂ. അതാണ് അഊദു, ഖുൽ അഊദു. അപ്പൊ ശരിക്കും അതിൽ എന്താ ഉള്ളത്? അതില് തൗഹീദാണ്, അള്ളാഹുവിന്റെ ഏകത്വമാണ്. മറ്റാരോടും ഈ നിലയിലുള്ള രക്ഷ തേടൽ ഞാൻ നടത്തുകയില്ല. അല്ലെ, പരമമായ രക്ഷ തേടലാണത്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള രക്ഷ തേടലാണ്. മനുഷ്യരുമായിട്ട് നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും, നീ എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം കേട്ടോ എന്നൊക്കെ പറയും. അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഡോക്ടറെ, എനിക്ക് അസുഖമാണ്, എന്നെ ഒന്ന് ചികിത്സിച്ച് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അത് ആ അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. പക്ഷെ അള്ളാഹുവോട് പറയുമ്പോൾ അത് ഭൗതികമായ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ്. അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്കൊക്കെ അപ്പുറമാണ് അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം. അതുകൊണ്ട് എന്തും അവനോട് പറയാം, എന്തിൽ നിന്നും അവനോട് രക്ഷ തേടാം എന്നുള്ളതാണ്. സൂറത്തു അൽ ഫലഖില് കുറെ കൂടി കാര്യങ്ങൾ എണ്ണി പറയാൻ പോകുന്നുണ്ട്. ഈ സൂറത്തു നാസില് എന്തിൽ നിന്നാണ് ശരിക്കും രക്ഷ തേടാൻ പഠിപ്പിക്കുന്നത്? അതാണ് 4-ാമത്തെ ആയത്ത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ഇൽ നിന്ന്, ഷർറ് ഉപദ്രവം, മിൻ ഷർറ് ഉപദ്രവത്തിൽ നിന്ന്. ഷർറ് എന്ന വാക്കിന് തിന്മ എന്നും അർത്ഥം പറയാറുണ്ട് അല്ലെ. അൽ വസ്വാസ്, വസ്വാസ് എന്ന് പറഞ്ഞാല് സാധാരണ ദുർബോധനം എന്ന് പറയും, അതുപോലെ ദുർബോധകൻ എന്നും പറയും. രണ്ട് രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ദുർബോധനം എന്ന ആ ഒരു അർത്ഥത്തിലെ ഒരു എന്താണ് പറയാ, ക്രിയാധാതു എന്ന് പറയില്ലേ, ആ രൂപത്തിൽ പറയും. ദുർബോധകൻ കർത്താവ് എന്ന രൂപത്തില് നാമരൂപത്തിലും ആ വാക്ക് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. വസ്വാസ്. അൽ ഖന്നാസ്, ഖനസ എന്ന വാക്കിന്റെ അർത്ഥം, ഖനസ എന്ന് പറഞ്ഞാല് പിന്മാറിക്കളഞ്ഞു എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വന്ന് മറയുക, വെറും പിന്മാറലല്ല, വന്ന് മറഞ്ഞു. അങ്ങനെയാണ്. ഒരാള് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു, അതുപോലെ തന്നെ തിരിച്ചുപോയി. ഇങ്ങനെ വന്ന് മറയുന്നത് എന്നാണ് ഖനസ. അതിന്റെ കർത്തൃരൂപം ഖാനിസ് എന്നായിരിക്കും. ഖന്നാസ് എന്ന് പറയുമ്പോൾ നിരന്തരം എന്നുള്ളൊരാശയം അതിൽ വരും. ഫഅല ചെയ്തു, ഫാഇൽ ചെയ്യുന്നവൻ. ഫഅൽ സൂറത്തുൽ ബുറൂജിലെ ഫഅലുൽ ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്നത് എന്തും ചെയ്യുന്നവന്, അതിരുകളില്ല. അപ്പൊ ഇതേ ശൈലിയിലാണ് ഖന്നാസ്. അതുപോലെ ഒരുപാട് വാക്കുകൾ കാണാം, ഖഹാറ്, ഗഫാറ്, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ആ അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ കുറച്ചുകൂടി സ്ട്രോങ് ആണത്, വളരെ ആശയസമ്പുഷ്ടമായ ഒരു പ്രയോഗമാണത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഇവിടെ അല്ലാഹു തആല ഷെയ്ത്താൻ എന്ന വാക്ക് ഉപയോഗിച്ചില്ല. നമ്മൾ അഊദു പഠിച്ചപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ ഷെയ്ത്താൻ, പിശാജ് എന്ന് വ്യക്തമായിട്ട് പറയാതെ ആ പിശാജിന്റെ ചില ലക്ഷണങ്ങളാണ് പറയുന്നത് അല്ലെ. അൽ വസ്വാസിൽ ഖന്നാസ്. അപ്പൊ വന്ന് മറയുന്ന ദുർബോധകൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. വന്ന് മറയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന്, വന്ന് മറയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന്. അപ്പൊ വസ്വാസ് എന്താണ്? സാധാരണഗതിയിൽ നമ്മൾ പറയൂലേ, അയാൾ ഒരു വസ്വാസുള്ള ആളാണ്, അത് ഓ എന്നാണ് പറയുക, ഒസ്വാസ് എന്ന് പറയും അല്ലെ. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യത്തിലൊരു കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ആള്, എപ്പോഴും ഒരു സ്റ്റേൺ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആള്, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയാം. ഒരു സംശയം തീരാത്ത ആളാണെന്ന് പറയില്ലേ. നമുക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുണ്ട്. ഒരു കാര്യം ചെയ്തിട്ട് അത് തൃപ്തിയാകാത്ത പോലെ ചിലർ വുളു എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ മുഖം ഒരിക്കൽ കഴുകി 3 തവണ കഴുകി പിന്നെയും ശരിയായില്ല എന്ന് തോന്നി പിന്നെയും കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. അതൊരു വിശ്വാസമാണ്. നമസ്കാരത്തെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചിലര് ഇങ്ങനെ കൈകെട്ടുന്ന സമയത്ത് തന്നെ അള്ളാഹു അക്ബർ കെട്ടാൻ വലിയ ബുദ്ധിമുട്ട്. കെട്ടുമ്പോൾ കറക്റ്റ് ഉണ്ടല്ലോ, മനസ്സും ശരീരവും അതിലേക്ക് അങ്ങ് വന്നു ചേരാത്ത പോലെ ശരിയായില്ല, പിന്നെയും അയാൾ കൈകെട്ടുന്നുണ്ടാവും.
അല്ലെങ്കിൽ അൽഹംദു അൽഹംദു, ഇങ്ങനെ ഉച്ചാരണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെയും പിന്നെ ആവർത്തിച്ച് ഇത് ഒരുതരം എന്താണ്, മനോവൈകല്യമാണെന്ന് പറയുന്നത്. അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് ഇപ്പോൾ. ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ട് തൃപ്തിയാകാത്തൊരു പ്രകൃതം ഇല്ലേ, അതൊരു തരം വസ്വാസാണ് അല്ലെ, ഒരു തരം പൈശാചിക ഇടപെടലാണ് അതിലുള്ളത്. ഇതുപോലെ ഉള്ള ചില അവസ്ഥകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഡോർ അടച്ചിട്ടുണ്ട്, പക്ഷെ പിന്നെയും ഡൗട്ട്, അടച്ചോ ഇല്ലേ, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലോക്ക് ചെയ്തിരുന്നോ ഇല്ലേ, ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കാം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നോ ഇല്ലേ, ഇങ്ങനെ വെറുതെ തോന്നലാണ്. അപ്പൊ അതിന്റെ പിന്നാലെ കൂടുന്ന അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെ മനസ്സ് ഒരു നിർണിതമായ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയ്ക്ക് വസ്വാസ് എന്ന് പറയും. അതൊരു തരം ഒരു ഗഫലത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെന്താ വസ്വാസ്? ദുർബോധനം എന്ന് പറയുമ്പോൾ, ബോധനം എന്ന് പറഞ്ഞാൽ ബോധമനസ്സിലുണ്ടാകുന്ന പലതരം വിചാരങ്ങളാണ് അല്ലെ. അത് ചിലപ്പോൾ നമുക്ക് പുസ്തകം വായിക്കുമ്പോൾ കിട്ടും, ഖുർആൻ ഓതുമ്പോൾ കിട്ടും, ഇതുപോലെ ക്ലാസ് കേൾക്കുമ്പോൾ കിട്ടും, ഇങ്ങനെ പലതും കിട്ടും. ദുർബോധനം എന്ന് പറഞ്ഞാലോ, മനസ്സിലേക്ക് കയറി വരുന്ന തെറ്റായ ചിന്തകളാണ്. ഒരു ദിവസം മനുഷ്യന്റെ മനസ്സിലേക്ക് 1,00,000-ഓളം ചിന്തകൾ കടന്നു വരുന്നു എന്നാണ് പറയുന്നത്. ഭയങ്കര സംഭവമാണത്. അപ്പൊ ഇതൊക്കെ എവിടെ ഫീഡ് ചെയ്യുന്നത്? അതില് ഒരു 70%-ലേറെയും നെഗറ്റീവ് ചിന്തകളാണ്. എന്ന് പറഞ്ഞാൽ തെറ്റായ ചിന്ത എന്നുള്ളതല്ല, ഞാൻ അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടേ, ചെയ്താൽ ശരിയാവോ ഇല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ പലതരത്തിലൊരു തീരുമാനം ആവാത്ത രൂപത്തില്, വേണ്ട അത് ശരിയാവില്ല, അവിടെ പോയാൽ പറ്റൂല, അയാളെ കണ്ടിട്ട് കാര്യമില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കും. കുറഞ്ഞതാണ് പോസിറ്റീവായിട്ട് പ്രയോജനകരമായ ചിന്ത. അതേപോലെ തന്നെ അതില് ഇബ്ലീസ് ഇടപെടുന്ന അവസ്ഥയുണ്ട്. അതാണ് ദുർവിചാരങ്ങൾ. തെറ്റായിട്ട് മനസ്സിങ്ങനെ പാളിപ്പോവാണ്. ഓ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഹജ്ജ് ചെയ്തു വന്നതല്ലേ, അപ്പൊ തെറ്റായ ചിന്തകളൊക്കെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെ വരുമ്പോ എന്താ ചെയ്യാം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പൊ അതിനിപ്പോ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഫോൺ അല്ലേ. ഫോണിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയോ എത്തിപ്പോവാണ്. പടച്ചോനെ, ഞാൻ എന്തായി ചെയ്യുന്നത്? പെട്ടെന്ന് മനസ്സതിൽ നിന്ന് പിന്മാറും. ഈ ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ മനസ്സിലേക്ക് ഇങ്ങനെ കയറി കൂടാൻ ഇബ്ലീസ് പല വഴികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതില് ഒട്ടും നിരാശ ഇല്ലാത്ത ആളാണ് ഇബ്ലീസ്. ഇബ്ലീസ് എന്ന വാക്കിന്റെ ഒരർത്ഥം നിരാശൻ എന്നാണ്. കാരണം ആദം അലൈഹിസ്സലാമിന് അള്ളാഹു തആല ഉയർന്ന പദവി നൽകിയപ്പോ അതിൽ നിരാശനായി അള്ളാഹുവെ വെടിഞ്ഞു പോയ ആളാണല്ലോ ഇബ്ലീസ്. പക്ഷെ അയാളുടെ ലക്ഷ്യം നേടാൻ ഭയങ്കരമായി വിൽ പവർ ഉപയോഗിക്കുന്ന ആളാണ്. വസ്വാസ് ദുർബോധനമാണ്, പറഞ്ഞല്ലോ, പലതരത്തിലുള്ള തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് കടത്തിക്കൂട്ടുന്ന അവസ്ഥയാണ്. അത് എങ്ങനെയാണ് ഇബ്ലീസ് പ്രയോഗിക്കുന്നതെന്നറിയോ? അൽ ഖന്നാസ് ആയിട്ടാണ്. ഖനസ, വന്ന് മറയുക എന്നാണ് അർത്ഥം. ഒരിക്കൽ വന്നു, തിരിച്ചുപോയി, പിന്നെയും വന്നു, പിന്നെയും പോയി. എങ്ങനെ? നമ്മുടെ മനസ്സിൽ ഒരു തെറ്റായ ഒരു ചിന്ത ഇട്ട് തരാൻ, അത്രേ ആദ്യം ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ, അത് തെറ്റായ കാര്യമാണല്ലോ, ചെയ്യാൻ പാടില്ലാത്തതല്ലേ, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. പിന്നെയും ഒരു ചാൻസിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇയാൾ പിന്നെയും കയറി വരും, വീണ്ടും അതേ ചിന്ത ഇട്ട് തന്നു. അപ്പൊ നമ്മൾ പിന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിൽ പലതരം വിചാരങ്ങൾ കയറി വരൂലേ. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, ഏയ് സമൂഹത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഇത് അത്ര വലിയ ഗുരുതരമായ കാര്യമാണോ, ഇങ്ങനെയൊക്കെയുള്ളൊരു തോന്നല്. പിന്നെ പിന്നെ അതിനുള്ളൊരു അവസരം ഏതോ അർത്ഥത്തില് നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടുന്നത് കാണാം അല്ലേ. അങ്ങനെ എന്തായി, അതൊന്ന് കാണണം എന്നുള്ള തോന്നല്, അല്ലെങ്കിൽ അനുഭവിക്കണം എന്നുള്ള ചിന്ത, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പോവുക. അതാണ് മനസ്സ് ആഗ്രഹിക്കുന്നു, ശരീരം സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്ന അതാണ് അല്ലേ. അങ്ങനെയാണ് ഓരോ കാര്യവും സംഭവിക്കുന്നത്. കാലുകൊണ്ട് അതിലേക്ക് നടക്കുന്നു, കൈകൊണ്ട് അത് ചെയ്യുന്നു, കണ്ണുകൊണ്ടത് കാണുന്നു, കാതുകൊണ്ടത് കേൾക്കുന്നു, നാവ് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നു.
ഇങ്ങനെ അതിലേക്ക് ഏതോ ഘട്ടത്തിൽ മനുഷ്യൻ എത്തിച്ചേരുന്നു. നിങ്ങൾ ആലോചിക്കാറില്ലേ, നമ്മുടെ പത്രത്തിലൊക്കെ വായിക്കുന്ന കുറ്റകൃത്യങ്ങള്, ഇതൊക്കെ എങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കും അല്ലെ? യഥാർത്ഥത്തിൽ അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ല. ഒരാൾക്ക് മറ്റൊരാളോട് ഇപ്പൊ ഒരു കൊലപാതകമൊക്കെ ആണെങ്കിൽ അയാളോടുള്ള പക ഏതോ ഒരു സമയത്ത് മനസ്സിൽ രൂപപ്പെട്ടാണ്. ഒരു ഇഷ്ടപ്പെടാത്ത വാക്കോ പ്രവൃത്തിയോ എന്തോ ഒന്ന് മറ്റേയാളിൽ നിന്ന് ഉണ്ടായപ്പോ മനസ്സിൽ അയാളോടുള്ളൊരു ദേഷ്യം രൂപപ്പെടുന്നു. അതിങ്ങനെ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് അതിനെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി പിന്നീട് ഏതോ ഒരു ഘട്ടത്തിലാണ് സംഭവിക്കുക. ഒരുപാട് ആസൂത്രണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. പലപ്പോഴും അയാൾ വന്നു മടങ്ങിയിട്ടുണ്ടാവും അല്ലെ? ഏതോ ഒരു കൃത്യമായൊരു അവസരം കിട്ടിയപ്പോൾ അയാളത് ഗോളാക്കിയിട്ട് മാറ്റിയതാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? അവിടെയാണ് ഇബ്ലീസിന്റെ ഖന്നാസ് എന്ന നിലക്കുള്ള പ്രവർത്തനം. അതാണ് ഈ വന്നു മറയുക എന്ന് പറയുന്നത്. നമ്മളിപ്പോ നമ്മുടെ ഖുർആൻ ക്ലാസ്സിലേക്ക് ഒരാളെ ഒരിക്കലും ക്ഷണിക്കും അല്ലെ? ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഈ ലിങ്കിൽ കയറണം. അന്ന് അയാൾ കയറിയില്ല. അപ്പം പിറ്റേന്ന് കണ്ടപ്പോ എന്താ കാര്യമായിരുന്നേ? എനിക്ക് കുറച്ച് തിരക്കായി പോയി. അപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും കയറണം കേട്ടോ, പിന്നെയും പറഞ്ഞു. അന്നും അയാളെ കണ്ടില്ല. അപ്പോഴയാൾ എന്തോ കാരണം പറഞ്ഞു. അങ്ങനെ പരമാവധി 3 പ്രാവശ്യം നമ്മൾ ശ്രമിക്കും. ഇനി അയാളെ കിട്ടൂല, അയാൾ വേറെ ലെവലാണ് എന്ന് മനസ്സിലാക്കും അല്ലെ? ഇബ്ലീസ് അങ്ങനെയല്ല. ഇബ്ലീസിൽ നിന്ന് പഠിക്കണം നമ്മൾ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അയാൾ ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡ് വർക്ക് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കും. നല്ല സമർത്ഥനായ ഒരു സെയിൽസ്മാനെ പോലെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ചില പിള്ളേരിങ്ങനെ ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നാണ്, ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നാണെന്നൊക്കെ പറഞ്ഞു വരൂല്ലേ. നമ്മളപ്പോ തന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വാതിലടക്കാൻ നോക്കും. അപ്പൊ അവര് അല്ല, ഇത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, വാങ്ങിക്കണ്ട, ഒന്ന് പരിചയപ്പെടും, ഇതിന്റെ പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്നുകൂടി അടുപ്പിക്കും. ഞാൻ ജസ്റ്റ് കാണല്ലേ. ഇപ്പൊ കണ്ടു കഴിയുമ്പോ എന്താ, എങ്ങനെയുണ്ട്, ഇഷ്ടായോ, ഒരെണ്ണം എടുത്താലോ, ചിരിച്ചുകൊണ്ടാണ് പറയാ. നമ്മൾ വീണുപോകും അവസാനം. അങ്ങനെ എന്തൊക്കെയോ സാധനം വീട്ടിൽ വാങ്ങിക്കൂട്ടും അല്ലെ? അപ്പൊ അവിടെ അയാൾ വിജയിക്കുകയാണ്. ഇതേപോലെ ഇബ്ലീസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വന്നു, കണ്ടു, കീഴടക്കി എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ ഒരുപാട് സ്റ്റെപ്പുകൾ എടുത്തിട്ടാണ് ഇയാൾ നമ്മുടെ മനസ്സിൽ കയറിക്കൂടുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹജ്ജിന്റെ മുമ്പത്തെ നമ്മുടെ മനസ്സും ഇപ്പോഴത്തെ നമ്മുടെ മനസ്സും തമ്മിൽ വലിയ മാറ്റം ഉണ്ടാവും അല്ലെ? ഹജ്ജിന്റെ മുമ്പത്തെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ, കുറ്റബോധത്തിന്റെ, അസ്വസ്ഥതകളുടെ ഒരുപാട് ഭാരങ്ങൾ ചിലപ്പോൾ മനസ്സിലുണ്ടാകാം. അതെല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇപ്പൊ മൈൻഡ് ഫ്രീ ആണ്. കാരണം പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നൊക്കെ മനസ്സ് പൂർണ്ണമായിട്ടും വിട്ടകന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ക്ലാരിറ്റി വരുത്തലാണ് പ്രധാനം. അപ്പോ ആ ഇബ്ലീസിനെ മനസ്സിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാം ക്ലിയർ ആണ്. ഇപ്പൊ നമ്മൾ ചിരിക്കുമ്പോൾ നിഷ്കളങ്കമായി ചിരിക്കാൻ പറ്റും. മനസ്സിൽ വേറെ എന്തൊക്കെയോ ആലോചിച്ചിട്ടൊന്നും ചിരിക്കേണ്ട കാര്യമില്ല. മനസ്സ് തുറന്ന് ചിരിക്കാം, സന്തോഷിക്കാം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ ഹന്നാസ് എന്നത് വന്നു മറയുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. നിരന്തരം വന്നു മറയുന്നതാണ് ഇബ്ലീസ്. ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പള്ളിയിലിരിക്കുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ ഇബ്ലീസ് പെട്ടെന്ന് പിന്മാറിക്കളയും. പല പള്ളികളിലുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാനുള്ള കോലായകളോ അല്ലെങ്കിൽ അതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ നാട്ടു വർത്താനം പറഞ്ഞ് ആരെക്കുറിച്ചൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു പോവാണ്. കാരണം ഇബ്ലീസ് കൂടെ ഉണ്ട്. അപ്പൊ ബാങ്ക് കേട്ടപ്പോ പെട്ടെന്ന് ഇയാൾ ഇറങ്ങിപ്പോയി. അപ്പൊ നമ്മളും നിശബ്ദമായിട്ട് ബാങ്കിന് ജവാബ് നൽകാണ് അല്ലെ? ബാങ്ക് കഴിഞ്ഞപ്പോഴോ പിന്നെയും ആള് കയറി വരും. ഇബ്ലീസ് പിന്നെയും തിരിച്ചു വന്നു. അപ്പൊ പിന്നെയും നമ്മള് ഇനിയിപ്പോ ഇഖാമത്തിന് 15 മിനിറ്റ് അല്ലേ, കുറച്ചും കൂടി വർത്താനം പറയാം, പിന്നെയും പറഞ്ഞു. ഇഖാമത്ത് കൊടുക്കും, ഇബ്ലീസ് പിന്നെയും പോയിട്ടോ. പക്ഷെ നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാല് ഇയാൾ പിന്നെയും ഗ്യാപ്പ് നോക്കി തിരിച്ചു വരും. നമ്മുടെ ശ്രദ്ധ, ഏകാഗ്രത എത്രത്തോളം ഉണ്ട് എന്ന് ഇബ്ലീസ് അളക്കും. എന്നിട്ട് തിരിച്ചു വരും. എന്നിട്ട് പലതരം ചിന്തകൾ, എന്താണ് കടം കൊടുത്തതും കിട്ടാനുള്ളതും ഇങ്ങനെയൊക്കെ ഇല്ലേ, മറന്നുപോയത്, ഇങ്ങനെ എന്തൊക്കെയോ ചിന്തകൾ. ജമാഅത്ത് നിസ്കാരാണെങ്കിൽ പിന്നെ ഡ്രൈവിംഗ് സീറ്റില് ഇമാം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പിറയിലിങ്ങനെ വെറുതെ ഇങ്ങനെ സഞ്ചരിച്ചങ്ങ് പോകും. സലാം വീട്ടിലെ അറിയാൻ നിസ്കരിക്കായിരുന്നു എന്ന് അല്ലെ?
അത്രയും പിടിവിട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവാറില്ലേ? എന്താ കാരണം? അൽ ഖന്നാസ്, വന്നു മറയുന്ന പിശാചിന്റെ നിരന്തരമായ ഇടപെടലാണ്. ഇത് പല രൂപത്തിൽ സംഭവിക്കും എന്നാണ് പറയുന്നത്. നല്ല ചിന്തകളിൽ നിന്ന് പോലും ഇബ്ലീസ് പിടിച്ച് കയറി വരും. അപ്പൊ നമുക്ക് നല്ലൊരു ചിന്ത എന്താണ്? എന്നെ ആരാ സൃഷ്ടിച്ചത്? അള്ളാഹു. അൽഹംദുലില്ലാഹ്, എനിക്ക് വലിയ സന്തോഷമായി. എനിക്ക് ജീവിക്കാനുള്ള അവസരം തന്ന അള്ളാഹുവാണ്. എൻ്റെ ഉമ്മയെ, എൻ്റെ വാപ്പയെ, എൻ്റെ മക്കളെ, എൻ്റെ ഇണയെ, എല്ലാത്തിനും ഉത്തരം അള്ളാഹു. എൻ്റെ ഈ വീടും പരിസരവും, ഈ വൃക്ഷങ്ങളും മലകളും കടലും ആകാശവും ഭൂമിയും, എല്ലാത്തിനും ഉത്തരം കിട്ടി അള്ളാഹുവാണ്. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. അവിടെ ഒരു ഗ്യാപ്പില് ആര് വരും എന്നറിയോ? ഇബ്ലീസ് കയറിയിട്ട് ഒരു ചോദ്യം ചോദിക്കും. എങ്കില് അള്ളാഹുവെ പടച്ചതാരായിരിക്കും? അത് ശരിയാണല്ലോ, അള്ളാഹുവെ പടച്ചതാരാണ്? ഇങ്ങനെ ഞാൻ ചിന്തിച്ച് തുടങ്ങിയാല് സംഗതി കൈവിട്ടു പോകും. കണ്ട, അതുവരെ ഇബ്ലീസിന് അകത്ത് കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഏതാണ്ട് ഉത്തരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ മൂപ്പർ മെല്ലെ കടന്നു വന്ന് ഈ ചോദ്യം മനസ്സിലിട്ട് തന്നു. അത് വലിയൊരു ചോദ്യമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ആലോചിച്ച് തുടങ്ങിയാലോ പിന്നെ പിടി കിട്ടൂല, പിന്നെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. ഇതാണ് സംഭവിക്കല്ലേ? അപ്പൊ അള്ളാഹു പണ്ടേ ഉള്ളവനാണ്, അവൻ സൃഷ്ടിയല്ല, എന്നും നിലനിൽക്കുന്നവനാണ്, അവനെ ആരും സൃഷ്ടിച്ചതല്ല എന്ന നിലയ്ക്ക് മനസ്സിനെ ബോധ്യപ്പെടുത്തിയാലാണ് അതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മൾ നല്ല നിസ്കാരക്കാരാണ്. അപ്പോ ഞാൻ എത്രയാ നിസ്കരിക്കുന്നത്, ഞാൻ എത്രയാ ഖുർആൻ ഓതുന്നത്, എത്രയാ പഠിക്കുന്നത്, ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ അതിലൂടെ നിസ്കരിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഖുർആൻ പഠിക്കാത്ത ഒരാളെയൊക്കെ കാണുമ്പോൾ നീയൊക്കെ എന്ത് മുസ്ലിം എന്ന് നമുക്ക് തോന്നുക. അപ്പൊ അത് ഇബ്ലീസിന്റെ കയറി വരുന്ന കവാടമാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ വലാ തഖറബു എന്ന് പ്രയോഗിച്ചില്ലേ? വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞു, ചെയ്യരുത് എന്നല്ല. കാരണം ഇബ്ലീസ് ഓരോ ഡോറിങ്ങനെ തുറന്ന് നമ്മെ ആ തെറ്റിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. വലാ തഖറബു മാലൽ യതീം, അനാഥയുടെ സമ്പത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. അത് പല വിധത്തിൽ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളിലും അങ്ങനെ ആ നിലപാട് സ്വീകരിക്കാൻ കാരണം അതാണ്, അല്ലെ? ഇപ്പൊ വനിതകളുടെ വസ്ത്രധാരണ രീതി ഇസ്ലാം പ്രത്യേകമായിട്ട് നിശ്ചയിച്ചു. പരസ്പരം നോക്കുന്നതിൽ കണ്ണുകൾ താഴ്ത്തട്ടെ, ദൃഷ്ടികൾ താഴ്ത്തട്ടെ എന്ന് പഠിപ്പിച്ചില്ലേ? അതൊക്കെ എന്തിനാ? അതൊക്കെ ഈ ഇബ്ലീസിന് ഗ്യാപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്. അപ്പോൾ ആലോചിച്ച് നമുക്ക് തന്നെ ഉത്തരം കിട്ടുന്ന ഒരു വിഷയമാണ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഇങ്ങനെ വന്നു മറയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന് എന്ന് പറയുന്നതാണ്. വസ്വാസ് എന്ന വാക്കിനൊരു പ്രത്യേകതയുണ്ട്. വസ് വസ, എത്ര അക്ഷരമുണ്ട്? വ സ് വ സ, 4 അക്ഷരമാണ് അല്ലെ? അതില് ശരിക്കും 2 അക്ഷരമല്ലേ ഉള്ളൂ, വാവും സീനും ഉള്ളൂ, പിന്നെ അത് ആവർത്തനമാണ്. വസ് വസ. അതിലും ഈ പ്രത്യേകതയുണ്ട്, തുടർചലനം, ആവർത്തിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. ഇബ്ലീസ് നിരന്തരം വന്ന് നമ്മെ ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കും. ഇതേപോലുള്ള വേറെ വാക്കുകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഖുർആനിലെ. ഇപ്പോ അതിൽപ്പെട്ടാണ് സൽസല, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. സൽസല എന്ന് പറഞ്ഞാൽ പ്രകമ്പനം കൊള്ളുക. എപ്പോ? ഖിയാമത്തിന്റെ സമയത്ത് ഇങ്ങനെ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ട് തുടർചലനങ്ങൾ സംഭവിക്കാനുള്ള അങ്ങനെ ചില വാക്കുണ്ട്. സൽ സല, അത് 2 അക്ഷരമേ ഉള്ളൂ, ആവർത്തനാണ്. ദം ദമ അല്ലെ? അമ്മ ജുസൂൽ തന്നെയാണ് അതും. ഫദം ദം അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ. സൂറത്ത് ശംസിൽ കാണും അവസാന ഭാഗത്ത്. അതും അങ്ങനെ തന്നെയാണ്. ശിക്ഷ ഇങ്ങനെ ആവർത്തിക്കുന്ന ശിക്ഷയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അല്ലാഹു തആല പിശാചിൽ നിന്ന് രക്ഷ തേടാനാണ് ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സൂറ ഫുസ്സിലത്തില് ഉണ്ടല്ലോ, 36-ാമത്തെ ആയത്തിൽ വഇമ്മ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. പിശാച് നിന്നെ പ്രകോപിപ്പിച്ചാൽ, പിശാചിൽ നിന്ന് വല്ല പ്രകോപനവും ദുഷ്പ്രേരണകളും ഉണ്ടായാല് ഫസ്തഇദ് ബില്ലാഹ്, നീ അള്ളാഹുവിൽ രക്ഷ തേടുക. അപ്പൊ അതാണ്
ശരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ബിസ്മി ചൊല്ലുമ്പോൾ അതിൻ്റെ കൂടെ ആദ്യമായിട്ട് അഊദു ചൊല്ലുക എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇങ്ങനെ നിരന്തരമായിട്ട് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പോലെ പിശാച് ഉണ്ട് എന്ന് വിശ്വസിക്കണം. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ച് അവനെ അനുസരിക്കാനാണെങ്കിൽ പിശാച് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അവനിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്ന് മനസ്സിലാക്കണം, അല്ലെ? അങ്ങനെ ചിന്തിക്കണം. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, വന്നു മറയുന്ന പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ആയത്ത് എന്താണ്? നമുക്ക് 5-ാമത്തെ ആയത്തിലേക്ക് പോവാം. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. പിശാച് ദുർബോധനം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അയാൾ എവിടെയാണ് ശരിക്കും നമ്മെ കയറി പിടിക്കാം? അല്ലദീ, ആരോ, അവൻ, ആ പിശാച്, യുവസ്വിസു, വസ്വസ യുവസ്വിസു, അവൻ ദുർബോധനം ചെയ്യുന്നു, ഫി, ഇൽ, സുദൂർ, സദർ, നെഞ്ച് എന്നാണ് അർത്ഥം. അതുപോലെ മനസ്സ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. സദർ, സുദൂർ. അന്നാസ്, മനുഷ്യ മനസ്സുകളിൽ. സദറിന്റെ ബഹുവചനാണ് സുദൂർ, മനസ്സ്. ഹൃദയത്തിന് സാധാരണ ഭാഷാപരമായ ഖൽബ് എന്നാണ് പറയാം, അല്ലെ? അപ്പൊ സദർ എന്ന് പറയുമ്പോൾ ഈ നെഞ്ചിന്റെ അകത്തുള്ള, നെഞ്ചകത്തുള്ളത് എന്ന് നമുക്ക് അർത്ഥം പറയാം. സദർ. സദർ എന്ന വാക്ക് നമ്മൾ പണ്ടൊക്കെ കേട്ട എവിടെയാണ്? മദ്രസിൽ ഒരു സദറില്ലേ? സദർ ഉസ്താദ് അല്ലെങ്കിൽ സദർ മുഅല്ലിം എന്നൊക്കെ പറയും, അല്ലെ? പ്രധാന അധ്യാപകനാണ്, അവിടുത്തെ ഹെഡ് മാഷാണ്. അപ്പോ എന്തുകൊണ്ടാണ് സദർ എന്ന് പറയുന്നത്? ആ മദ്രസയിലെ എല്ലാ കാര്യങ്ങളുടെയും തീരുമാനം അദ്ദേഹത്തിൽ നിന്നായിരിക്കും. അദ്ദേഹമാണ് മദ്രസയുടെ ന്യൂക്ലിയസ്. എങ്കിൽ നമ്മുടെ ശരീരത്തിലെ, ശരീരം എന്ന അർത്ഥത്തിൽ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഖൽബ്, അല്ലെ? ഹൃദയം എന്ന് പറയുന്നത്. അത് ഒരു അവയവം എന്ന നിലക്ക് തന്നെ അത് വളരെ പ്രധാനമാണ്. അതെങ്ങനെ നിലച്ചു പോയാൽ സംഗതി ക്ലോസ്. അതേപോലെ അതിന് മനസ്സ് എന്ന് പറയുമ്പോഴോ നമ്മുടെ ശരീരത്തെയും ജീവിതത്തെ ഒക്കെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിശാച് എവിടെ കയറി പിടിക്കുക? മനുഷ്യന്റെ മനസ്സിലാണ് കയറി പിടിക്കുക. അല്ലദീ യുവസ്വിസു ഫി സുദൂരിന്നാസ് എന്ന് പറഞ്ഞതാണ് മനുഷ്യ ഹൃദയങ്ങളിൽ, മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്നവനായ എന്നാണ്. അപ്പൊ അത് വളരെ പ്രധാനമാണ്. നമ്മളിപ്പോ ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ കയറി പിടിക്കണം, അല്ലെ? എന്ന് പറഞ്ഞാൽ അയാളെ നന്നാക്കി എടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഏതോ അർത്ഥത്തിലൊരു ദുശ്ശീലമുള്ള ആളാണ് നമുക്കറിയാം, അല്ലെങ്കിൽ അയാളെ നിസ്കരിക്കാൻ കാണുന്നില്ല, അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഉണ്ടല്ലോ, ഇസ്ലാമിക ചിട്ടവട്ടങ്ങളില്ല, ഇങ്ങനെയൊക്കെ കണ്ടാല് അയാളുടെ മനസ്സിനെ സ്വാധീനിക്കാനാണ് ശ്രമിക്കുക. എന്താ പള്ളി കാണാത്തത്? അല്ലെങ്കിൽ എന്താണ് നീ അങ്ങനെ ചെയ്യുന്നത്, എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലേക്ക് നമ്മൾ എത്തൂല. മറിച്ച് അയാളുടെ മനസ്സിലെ വേദനകൾ നിറക്കുക, അയാൾക്ക് നമ്മോട് ദേഷ്യവും അകൽച്ചയും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം അയാൾക്കൊരു അസുഖം വന്ന് അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അല്ലെങ്കിൽ വീട്ടിൽ റെസ്റ്റിലാണ്, അപ്പൊ നമ്മൾ കയറി ചെന്നു, എന്തൊക്കെ വിശേഷം, അസുഖമാണെന്ന് അറിഞ്ഞു, അങ്ങനെ വന്നതാണ്, എങ്ങനെയുണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ, പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യന്മാരൊക്കെ എന്നെ സ്നേഹിക്കുന്നവരാണല്ലേ. ഇങ്ങനെ ഒരാളുടെ മനസ്സിനകത്ത് കയറി കൂടിയാല് പിന്നെ മെല്ലെ മെല്ലെ അയാള് നമ്മുടെ പിന്നാലെ വരും, അല്ലെ? റസൂലുള്ളാഹിയുടെ രീതിയൊക്കെ അതാണല്ലോ, മനസ്സിലാണ് കയറി പിടിച്ചത്. ഇബ്ലീസും അതേ പണിയാണ് എടുക്കുന്നത്. അത് നെഗറ്റീവായിട്ടാണെന്ന് മാത്രം. മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇയാൾ അവിടെ മർമ്മസ്ഥാനത്ത് കയറി പിടിക്കുന്നത്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനസ്സിൽ ദുഷിച്ച ചിന്ത കയറി കഴിഞ്ഞാല് പിന്നെ അയാൾ എത്ര ഭാരമുള്ള മനുഷ്യനാണെങ്കിലും ആ ചിന്തയുടെ കൂടെ സഞ്ചരിച്ചോളും, അല്ലെ? അയാള് ഏതവസ്ഥയിലുള്ള ആളായാലും അതിന്റെ പിന്നാലെ അയാൾ ഇങ്ങനെ പോകുന്നതാണ്, ഒരു പാവം പോകുന്ന പോലെ. അതാണ് അതിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ഇബ്ലീസാണ് പണി ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമ്മളാണ് അത് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നന്മയിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മനസ്സിൽ കയറി പിടിക്കണം, അല്ലെ? ആ രീതിയാണ് സ്വീകരിക്കേണ്ടത്. അപ്പോ ഇബ്ലീസ് വളരെ ബോധപൂർവം
നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇതിൽ മനസ്സിലാകുന്നത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നതാണ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബെ. ഇപ്പൊ ഇബ്ലീസ് നമ്മൾ ഇങ്ങനെ ഒരു ചിന്ത ഇട്ട് തരുമ്പോൾ, നമ്മുടെ മനസ്സതിന് പാകപ്പെടുമ്പോൾ അള്ളാഹു താല അതിന് അവസരം നൽകുന്നു. അതാണ് അള്ളാഹു ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണെന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ അള്ളാഹു നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകില്ല. നമ്മുടെ മുമ്പിൽ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും, അത് നമ്മെ പരീക്ഷിക്കാനാണ്. അത് തിരിച്ചറിഞ്ഞാൽ ഉടനെ നമുക്ക് പിന്മാറാം. അതിനെ പിന്നാലെ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ അതിൻ്റെ ഭാഗമാകുമ്പോൾ, പിശാച് അതിനുള്ള സാഹചര്യം ഒരുക്കി തരുമ്പോൾ അള്ളാഹു അത് സാധിപ്പിച്ചു തരും. അപ്പൊ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ നിന്നിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, അല്ലെ? പക്ഷെ പിശാചിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ല പണിയുണ്ട്. ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. നല്ല സബർ, സബർ എന്ന് പറഞ്ഞാൽ ഉറച്ച നിലപാടാണ്, സ്ഥൈര്യം അവലംബിക്കുക എന്ന്. അത് വെറും സഹിക്കലും പൊറുക്കലും മാത്രമല്ല, ഉറച്ച നിലപാടിന് സബർ എന്ന് പറയും. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം, മഹത്തായ സൗഭാഗ്യമുടയവർ മാത്രമേ ഈ അവസ്ഥയെ കണ്ടുമുട്ടുള്ളൂ. എന്തിനെ? പിശാചിൽ നിന്ന് രക്ഷ തേടി അതിൽ നിന്ന്, അവന്റെ വലയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നവരായിരിക്കും എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും വലിയൊരു ഫൈറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്, അല്ലേ? വല്ലാത്തൊരു ഫൈറ്റിംഗ് ആണ് അവിടെ നടക്കുക എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പിശാച് നമ്മിൽ കയറി പിടിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ആള് ലഹരിക്ക് അടിപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ഈ ലഹരി അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കൊരു ആസ്വാദനവുമില്ല, ഇതില്ലെങ്കിൽ എനിക്ക് ജീവിതം ഇല്ല എന്ന് ഇബ്ലീസ് അയാളുടെ മനസ്സിൽ ശരിക്കും ഫീഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ എങ്ങനെയെങ്കിലും അയാളെ നമ്മൾ ചിലപ്പോൾ ഡി അഡിക്ഷൻ ക്യാമ്പിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയാലും തിരിച്ചു വന്ന് ആരും കാണാതെ പിന്നെ അയാൾ അതിൽ ചെന്നുപെടും. അത്രയും വേരൂന്നിയ അവസ്ഥയിൽ അയാൾ ചെന്നുപെടാൻ അവിടെയൊക്കെ നല്ല ഗുണകാംക്ഷാപൂർവം മാത്രമാണ് ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കുകയാണ്, മിനൽ ജിന്നതി വന്നാസ്. മിനൽ ജിന്നത്തി, ഇവര് ആരിലൊക്കെ ഉണ്ട്? ജിന്നുകളിൽ ഉണ്ട്. ജിന്ന് എന്നതിൻ്റെ ബഹുവചന രൂപമായിട്ട്, അതുപോലെ ആ വർഗനാമമായിട്ടാണ് ജിന്നത്ത് എന്ന വാക്ക് ഉപയോഗിക്കുക. വന്നാസ്, മനുഷ്യരിലും. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ, അവര് മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം ചെയ്യുന്നു, വന്നു മറയുന്ന ദുർബോധകരാണവര്. അതുകൊണ്ട് അവരിൽ നിന്ന് രക്ഷ തേടണം. മിനൽ ജിന്നത്തി വന്നാസ്, സാധാരണ പിശാച് ജിന്നുകളിലുണ്ട് എന്ന് നമ്മൾ പറയും, അല്ലെ? ഇബ്ലീസ് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തു അൽ കഹ്ഫില്, കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി എന്നുണ്ടല്ലോ. അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്, അവൻ തൻ്റെ നാഥന്റെ കൽപ്പന ധിക്കരിച്ചവനാണ്. ഖുർആൻ ഒരുപാട് പറയുന്നുണ്ട് ആദം അലൈഹിസ്ലാമിന്റെ ചരിത്രത്തില് ഇബ്ലീസ് എങ്ങനെയൊക്കെയാണ് ഇടപെട്ടത് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബ്ലീസ്, അല്ലെ? അയാൾ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ പടച്ചതമ്പുരാൻ ജിന്നിനെ പഠിച്ചിരിക്കും എന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ജിന്ന് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം? കാണാൻ കഴിയാത്തത് എന്ന്. ഓർക്കുന്നില്ലേ നമ്മൾ അന്ന് ഹറം പരിസരങ്ങൾ കാണാൻ പോയപ്പോ അങ്ങനെ സഫാ മർവയുടെ അവിടുന്ന് ഷായിബ് അബി താലിബിന്റെ അതിലെ ആ പുതിയ നിർമ്മാണം നടക്കുന്ന ഭാഗത്തൂടെ നടന്നിട്ട് പിന്നെ എങ്ങോട്ടാ പോയത്? പിന്നെ കുറെ പള്ളികൾ കാണാൻ പോയി, അല്ലെ? മസ്ജിദ് റായ, മസ്ജിദുൽ ജിന്ന്, അങ്ങനെ ചില പള്ളികൾക്ക് നമ്മൾ അവിടെ കണ്ടു, അല്ലെ? ആ മസ്ജിദുൽ ജിന്ന്, അതിലങ്ങ് ഖദീജ ബീവിയുടെ ഖബറുള്ള മുഅല്ല ഖബർസ്ഥാനിലേക്കാണ് പോയത്. അപ്പൊ അവിടെ ജിന്നുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ ജിന്നുകൾ കേട്ട സ്ഥലമാണ് എന്നൊക്കെ അതിന്റെ അടയാളമായിട്ടാണ് പറയുന്നത്.
ഇപ്പൊ ജിന്നിനെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ടാവില്ല. ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? ജന്ന എന്ന് പറഞ്ഞാല് പിന്നെ അവ്യക്തമായി എന്നാണ്. ഫലമ്മ ജന്ന അലൈഹിൽ ലൈലു എന്നുണ്ട് ഖുറാനില്. അവ്യക്തമാവുക, മനുഷ്യന്റെ കണ്ണിന് കാണാൻ കഴിയാത്തതാണ് ജിന്ന്. ആ വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. അപ്പൊ ഇൻസ് എന്ന് പറഞ്ഞാലോ കാണാൻ കഴിയുന്നത് എന്നാണ് അർത്ഥം. ആനസ എന്ന വാക്ക് ഖുറാൻ ഉപയോഗിക്കുന്നുണ്ട്. ആനസ്തുനാറൻ, ഇന്നി ആനസ്തുനാറൻ. മൂസ അലൈഹി ഇസ്ലാം തുരിസീനയുടെ മുകളില് ഒരു വെളിച്ചം കണ്ടപ്പോ കുടുംബത്തോട് പറയുന്നുണ്ട്, അതാ ഞാൻ അവിടെ ഒരു വെളിച്ചം കാണുന്നു. അവിടെ ആനസ എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാല് പരസ്പരം കാണാൻ കഴിയും. ജിന്നുകൾക്ക് നമ്മെ കാണാൻ കഴിയും. പക്ഷെ നമുക്കോ ജിന്നിനെ കാണാൻ പറ്റൂല. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സോഫയിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ അടുത്ത് ജിന്നിരിക്കുന്നത് കാണുന്നുണ്ടാവും? ഇല്ല അല്ലെ? ഇപ്പൊ പേടിയായി. ഉണ്ടാവും, കാരണം ഖുർആൻ ജിന്നുകൾക്ക് കൂടി ഉള്ളതാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ചൊവ്വാഴ്ചകളിൽ 9 മണിക്ക് ക്ലാസ് നടത്തുന്ന വിവരം അവരും അറിഞ്ഞിട്ടുണ്ടാവും, അവരുടെ നെറ്റ്വർക്ക് വഴി. അപ്പോ നമുക്ക് കാണാൻ കഴിയാത്ത എന്നാൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രത്യേക സൃഷ്ടികളാണ് ജിന്നുകൾ എന്നാണ് അതിൽ മനസ്സിലാകുന്നത്. പക്ഷെ വേറൊരവസ്ഥയിൽ അയാളെ ജിന്ന് ബാധിച്ചതാണെന്നൊക്കെ പറയുന്ന രീതിയുണ്ട് അല്ലെ? അതിന് ഇസ്ലാമികമായിട്ട് കൃത്യമായ തെളിവുകളില്ല, ശാസ്ത്രീയമായിട്ടുമില്ല. അത് മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു മനോവിഭ്രാന്തിയുടെ ഭാഗമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ട്രീറ്റ്മെന്റിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പുതിയ കാലത്ത് ജിന്ന് കൂടൽ വളരെ കുറവല്ലേ? അല്ലേ? വളരെ കുറവാണ്. കണ്ണൂരിലൊക്കെ വലിയ വലിയ മാളിക വീടുകളുണ്ട്, 3 നിലയ്ക്കുള്ളത്. ഇപ്പൊ പണ്ട് കാലത്ത് പറയൂലേ എങ്ങനെ, ഇത് ജിന്ന് കൂടിയ വീടാണ്, ജിന്ന് വരവുള്ള സ്ഥലമാണെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ അത് വളരെ കുറഞ്ഞു. എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, പെട്ടെന്ന് സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഒരു റൂമില് അല്ലെങ്കിൽ ഒരു ഫ്ലോറിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ പറ്റും. പണ്ടൊക്കെ ഈ മാടപ്രാവുകളും മൂങ്ങയും ഒക്കെ വന്നിട്ട് പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കുമ്പോൾ, ചിറകടിക്കുമ്പോൾ അത് ജിന്നാണെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നില്ല അല്ലെ? മനുഷ്യന്റെ മനോഭാവത്തിൽ ഉണ്ടായ മാറ്റമാണ്. ഇങ്ങനെ ഇരുട്ടത്ത് കൂടി ഇരുന്നിട്ട് പലതരം ഭയപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞും കേട്ടും ആളുകളുടെ മനസ്സിൽ അങ്ങനെ എന്തൊക്കെയോ കയറിക്കൂടിയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു വല്ലാതെ. അപ്പൊ അതിന്റെ കാരണം അതാണ്. അതേസമയത്ത് ജിന്ന് എന്ന സൃഷ്ടിയെക്കുറിച്ച് ഖുർആൻ പറയുന്നു, ജിന്നുകൾ മനുഷ്യനെ സ്വാധീനിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ദുർബോധനങ്ങളിലൂടെ ജിന്നിനെ സ്വാധീനിക്കാൻ പറ്റും. അതേ ജിന്നില് നല്ല ജിന്നുകളുണ്ട്. സൂറത്തുൽ ജിന്നി പറയുന്നുണ്ടല്ലോ, ഇന്ന മിന്ന സാലിഹൂന വമിന്ന ദൂന ദാലിക്. ഞങ്ങളുടെ കൂട്ടത്തിൽ സാലിഹ്യങ്ങളുണ്ട്, അതല്ലാത്തവരുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും ജിന്നുകളിലെ പിശാച് എന്ന് പറയുമ്പോൾ ഇബ്ലീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ മനസ്സിലാണ് സ്വാധീനം ചെലുത്തുന്നത്. മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്ന് ദുശ്ചിന്തകൾ ഇട്ടേരും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് അഊദു, ഈ സൂറ. അള്ളാഹുവെ നിരന്തരം ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക, ഖുർആനുമായി ബന്ധം നിലനിർത്തുക, ഇബാദത്തുകളിൽ മുഴുകുക. അതേപോലെ നമ്മുടേതുപോലുള്ള നല്ല കൂട്ടായ്മകൾ രൂപപ്പെടുത്തുക. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കല്യാണത്തിലൊക്കെ വെച്ച് കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ? ഒന്നിച്ച് അവിടെ ആ പുണ്യഭൂമിയിൽ കഴിച്ചു കൂട്ടിയ ആ ഒരു ആത്മബന്ധം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകെട്ട് ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിശുദ്ധമായ ഒരു കൂട്ടുകെട്ടായിരിക്കും. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ പിശാചിന്റെ മറ്റൊരു വിഭാഗമാണ് വന്നാസ്, മനുഷ്യരിൽപ്പെട്ട പിശാച്. അതാരാണ്? പണ്ട് ഒരു ടിവിയുടെ പരസ്യം ഉണ്ടായിരുന്നു. എങ്ങനെ ഒരാളിങ്ങനെ മുട്ടയടിച്ചിട്ട് തലയിൽ 2 കൊമ്പ് വെച്ചിട്ട് അല്ലെ? ഇങ്ങനെ ഒരു സങ്കല്പമാണ് സാധാരണ പിശാച് എന്ന് പറയുമ്പോൾ. അങ്ങനെ പറയാറുണ്ട്, പിശാചിന്റെ 2 കൊമ്പുകൾ. ഹദീസിൽ തന്നെ ആ നിലക്കുള്ള പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദുർമൂർത്തികൾ എന്ന അർത്ഥത്തിൽ ഉദ്ദേശിക്കും, മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത് എന്ന ആശയത്തില്. മനുഷ്യരിലെ പിശാച് എങ്ങനെ ഉണ്ടാകാം? അത് കണ്ടാൽ മനസ്സിലാകുമോ? പ്രത്യേക കോലത്തിലായിരിക്കോ? അങ്ങനെയൊന്നുമല്ല, നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവരാകും അല്ലെ? എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ആരും ആകാം. ചിലപ്പോൾ ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം. മക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉമ്മയും വാപ്പയും മാറുന്ന കാലമാണ് ഇത്. പണ്ട് അങ്ങനെയല്ല.
ഉമ്മയും വാപ്പയും പറയുന്നിടത്ത് വരച്ച വരയിൽ മക്കളെ നിർത്താൻ പറ്റുമായിരുന്നു. ഇപ്പൊ നേരെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങൾ. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഫ്രണ്ട്ഷിപ്പ് അല്ലെ, അവര് നമ്മെ പലപ്പോഴും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ഇടയുണ്ട്, നല്ല ജാഗ്രത പാലിച്ചില്ലെങ്കിൽ. ഓ, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നടക്കട്ടെ, ഞാനും വരാം, എനിക്ക് പറയില്ലേ. പലരും തെറ്റിലേക്ക് ചെന്ന് വീഴുന്ന എങ്ങനെയാണ്? ജസ്റ്റ് ഫോർ കമ്പനി സേക്ക്, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടല്ലേ, വാ. അങ്ങനെയൊക്കെയാണ് മദ്യപാനത്തിലൊക്കെ കുട്ടികളൊക്കെ ചെന്ന് പെടുന്നത്. കമ്പനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ടൂറ് പോയി കമ്പനിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇങ്ങനെ തിന്മകളിൽ പലതിനും ചെന്ന് വിടുക കൂട്ടുകെട്ടുകൾ. അതേപോലെ തന്നെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന നേതാക്കന്മാരുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും അതുപോലെ മറ്റു പല രംഗത്ത്, മതരംഗത്ത് തന്നെയും പൗരോഹിത്യം പലപ്പോഴും നമ്മെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചു കളയും അല്ലെ, അനാചാരങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നില്ലേ. അപ്പൊ അവരൊക്കെ മനുഷ്യരാണ്. പക്ഷെ ആ മനുഷ്യരെ നമ്മിൽ ഇബ്ലീസിന്റെ ഫലമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ട് രംഗത്ത് വരും. ഇങ്ങനെ പലരും ഉണ്ടാവും. അപ്പോൾ വളരെ ജാഗ്രത ഉണ്ടാവണം. മനുഷ്യന്മാര് തന്നെയും ഇബ്ലീസിന്റെ പണിയെടുക്കും എന്നാണ്. അതേപോലെ തന്നെ സാക്ഷാൽ ഇബ്ലീസും ഇതിന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു കൂട്ടരെ പടച്ചത്? അതിന് ഉത്തരം എന്താ? അതാണ് പരീക്ഷിക്കാൻ വേണ്ടി എന്നുള്ള ഉത്തരം. ആദം അലൈഹി ഇസ്ലാമിനെ ഹവ്വാ ബീവിയെ പരീക്ഷിച്ചതുപോലെ ഓരോ മനുഷ്യനെ നിരന്തരം പരീക്ഷിക്കാനുള്ള സംവിധാനമായിട്ടാണ് ഇബ്ലീസ് എന്നുള്ള ഈ സംവിധാനം വന്നിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത്. ഏതായാലും സൂറത്തു നാസ് നല്ലൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് നിർവഹിക്കാവുന്ന പ്രാർത്ഥനയാണ്. നമസ്കാരത്തിൽ നിർവഹിക്കാവുന്ന പ്രാർത്ഥനയാണ്. അത് മനസ്സിൽ ഉൾക്കൊള്ളണം അല്ലെ. നമ്മില് വന്നു ചേരാൻ ഇടയുള്ള പൈശാചികതയെ അട്ടിയകറ്റാൻ വേണ്ടി എന്ന നിലക്ക് തന്നെ ഈ സൂറ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഇതിൽ അത്യാവശ്യം വാക്കർത്ഥങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോവാണ് ചെയ്തിരിക്കുന്നത്. ആശയം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വചനങ്ങളെ യഥാവിധി അറിയുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ സഫലീകരിച്ചു തരണേ റബ്ബേ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ശിഫയും ആശ്വാസവും പരിഹാരങ്ങളും നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.